1930 തൃശൂരിനടുത്തുള്ള കൊടുങ്ങല്ലൂരിൽ പി.കെ. കുഞ്ഞാലു എന്ന പേരിലാണ് ബഹദൂർ ജനിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന ഒരു വലിയ കുടുംബത്തിലെ ഒരംഗമായിരുന്നു അദ്ദേഹം. ചെറുപ്പം മുതലേ നാടകങ്ങളോട് വലിയ ഇഷ്ടമായിരുന്നു. പഠനം പൂർത്തിയാക്കാതെ ജീവിക്കാൻ വേണ്ടി ബസ് കണ്ടക്ടറായി ജോലി ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ബന്ധുവഴി പ്രശസ്ത നടൻ തിക്കുറിശ്ശിയെ പരിചയപ്പെടാനിടയായി. തിക്കുറിശ്ശിയാണ് കുഞ്ഞാലുവിന് ബഹദൂർ എന്ന പേര് നൽകിയത്. 1954 അവകാശി എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് ബഹദൂർ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് അദ്ദേഹം ആകാശവാണിയിലെ നാടകങ്ങളിലും സജീവമായി. 1957 പുറത്തിറങ്ങിയ പാടാത്ത പൈങ്കിളി എന്ന സിനിമയിലെ ചക്കരവാക്കൻ എന്ന കഥാപാത്രം ബഹദൂറിന് ഒരു വഴിത്തിരിവായി. പിന്നീട് അദ്ദേഹം മലയാള സിനിമയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഹാസ്യനടനായി വളർന്നു. അടൂർ ഭാസിയോടൊപ്പമുള്ള അദ്ദേഹത്തിന്റെ കോമ്പിനേഷനുകൾ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഹാസ്യകഥാപാത്രങ്ങളോടൊപ്പം തന്നെ ചില ഗൌരവമുള്ള വേഷങ്ങളിലും ബഹദൂർ തിളങ്ങി. മാധവിക്കുട്ടി, ആലിംഗനം, തുലാവർഷം എന്നീ സിനിമകളിലെ അഭിനയത്തിന് സംസ്ഥാന പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചു. അവസാനകാലത്ത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സിനിമയിൽ നിന്ന് വിട്ടുനിന്ന ബഹദൂർ ലോഹിതദാസ് സംവിധാനം ചെയ്ത ജോക്കർ എന്ന സിനിമയിലൂടെ വീണ്ടും അഭിനയരംഗത്തേക്ക് തിരിച്ചുവന്നു. 2000 മെയ് 22 ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്ത ആ അതുല്യ കലാകാരൻ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു.